ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി സോഫ്റ്റ് പുട്ടിൻ്റെ റെസിപ്പിയാണേ. ഞാൻ ഈ പുട്ട് തയ്യാറാക്കുന്നത് പൊന്നിയരി കൊണ്ടുള്ള പുട്ടാണ് ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയാണ് പൊന്നിയരിയുടെ പുട്ട്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഞാനിതിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. ഇത് പൊന്നി അരിയാണ്. ഇതൊരു 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിടണം. ഞാനിത് മില്ലിൽ കൊടുത്ത് പൊടിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് ഒരുപാട് അളവിൽ വേണ്ടതുണ്ട്, നമ്മുടെ മിക്സിയിലൊന്നും പൊടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ 6 മണിക്കൂർ കുതിർത്ത് വാരിയതിന് ശേഷം മില്ലിൽ കൊടുത്ത് കഴിയുമ്പോൾ അവരിത് വറുത്ത് തരും. കാരണം കുറേ ദിവസത്തേക്ക് നമുക്ക് ഇരിക്കണമെങ്കിൽ ഇത് വറുത്ത് വയ്ക്കണം. അങ്ങനെ റോസ്റ്റഡ് പൗഡറാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ചെറു ചൂട് വെള്ളം വേണം നമ്മൾ ഈ പൊടി കുഴയ്ക്കുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്തു വെച്ച അരിക്കകത്തേക്ക് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് തേങ്ങയും കൂടെ ചേർത്താണ് ഞാൻ മിക്സ് ചെയ്യുന്നത്. അതുകൂടാതെ നമ്മൾ കണ്ണിയായിട്ട് തിരിക്കുന്ന സമയത്തും പുട്ടിൻ്റെ കൂടെ തേങ്ങ ചേർക്കുന്നുണ്ട്. പുട്ട് നനയ്ക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മില്ലിൽ പുട്ടിൻ്റെ പൊടി കൊടുക്കുമ്പോൾ, പുട്ടിന് വേണ്ടിയിട്ട് പൊടിക്കാൻ കൊടുക്കുമ്പോൾ പുട്ടിനെന്ന് തന്നെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നാലും ഒരു ചെറിയ തരങ്ങോട് കൂടിയിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി, അല്ലെങ്കിൽ പത്തിരിയുടെ പരുവത്തിലായി പോകും. കുറേശ്ശെ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒന്നിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമുക്ക് പാകത്തിന് നോക്കിയിട്ട് ആ ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം നമുക്ക് പുട്ടിൻ്റെ നനവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തും നനവ് എത്തണം. കൈകൊണ്ട് നനയ്ക്കുന്നതാണ് നല്ലത്. സ്പൂണൊന്നും അല്ല കേട്ടോ വേണ്ടത്. പുട്ടും പൊടി നമുക്ക് പാകത്തിന് നനച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിൻ്റെ പാകം. ഇനി നമ്മൾ തേങ്ങയും കൂടെ ചേർക്കുമ്പോൾ ആ തേങ്ങയ്ക്കകത്ത് ഒരു വെള്ളമയം ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടി നനച്ചതിന് ശേഷം ഒരു 20 മിനിറ്റെങ്കിലും നമ്മളൊന്ന് പുട്ടിൻ്റെ പൊടി ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി അടച്ച് വെച്ചിരിക്കണം. കാരണം ചെറു ചൂട് വെള്ളത്തിലാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ തേങ്ങയും കൂടെ ചേർത്ത് കഴിഞ്ഞ് നനച്ചതിന് ശേഷം നമുക്ക് ഒന്ന് അമർത്തി മൂടി വെച്ച് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ പുട്ടുണ്ടാക്കുന്നതിൻ്റെ ടെക്നിക്ക്. കസ്റ്റമേഴ്സ് എല്ലാം വളരെ അഭിപ്രായമാണ്, നല്ല അഭിപ്രായം തന്നെയാണ് പറയാറുള്ളത്. ഞാൻ ഇതുപോലെ ചെയ്ത് പുട്ടിൻ്റെ പൊടി കൊടുക്കുമ്പോൾ പൊന്നിയരിയുടെ പുട്ടാണ് കുറച്ചും കൂടെ എല്ലാവർക്കും താല്പര്യമെന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ പുട്ടിൻ്റെ പൊടി തയ്യാറാക്കുകയാണെങ്കിൽ വറക്കണമെന്നില്ല. നമ്മൾ അന്നേരത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് റെഡിയാക്കുമ്പം പുട്ടിൻ്റെ മിക്സിയിൽ അരിയിട്ട് പൊടിച്ച് റെഡിയാക്കി നമുക്കപ്പം തന്നെ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പുട്ട് കുറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരേ സമയം ഒരു 5 പുട്ട് പോകുന്ന ഇതിലാണ് ഞാൻ ആവിക്ക് വയ്ക്കാൻ പോകുന്നത്. ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കണം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും ഞാൻ ചെയ്യുമ്പോൾ അങ്ങ് പറഞ്ഞ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. അത് തന്നെയല്ല, ചില ചെറിയ കുട്ടികളുണ്ട്, അവരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് യാതൊരു അറിവുമില്ല. അത് നമുക്ക് ആ ചിലരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതാണേ. അത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത്, അരിപ്പൊടി ഇട്ട് കൊടുത്ത്, വീണ്ടും നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്ത്, അതിന് ശേഷം വീണ്ടും അരിപ്പൊടി ഇട്ട്, അതായത് 2 കണ്ണി പുട്ടാണ് ഞാൻ ഒരു കുറ്റിയിൽ ചെയ്യുന്നത്. ഇപ്പം എല്ലാ കുറ്റിയിലും ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുത്ത്, പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആവിയിൽ വെക്കണം. ആവിയിൽ വെച്ച് ആദ്യം ഒന്ന് ആവി വന്ന് ഇതിന് ശേഷം പിന്നെ ഒരു 2-3 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യണം. എന്നാലേ പുട്ട് നന്നായിട്ട് വെന്ത് റെഡിയായി വരത്തുള്ളൂ. ഞാനിതൊരു വാഴ ഇലയിലേക്കാണ് പുട്ട് കുത്തി ഇടാൻ പോകുന്നത്. നല്ല വാഴയിലയിലേക്ക് ആ പുട്ട് റെഡിയാക്കിയിട്ട്, ശരിക്കും പറഞ്ഞാൽ പുട്ട് കഴിക്കുന്നത് വാഴയിലയിലാണെങ്കിൽ
നല്ലൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. അതിൻ്റെ ആ ഒരു സ്മെല്ല് വരുമ്പോൾ നല്ല ചൂട് പുട്ട് വാഴയിലയിലേക്ക് ആവിയോടുകൂടി കുത്തിയിടുമ്പോൾ നല്ല നമുക്ക് പുട്ട് വേണ്ട എന്ന് വിചാരിച്ചിരിക്കുവാണെങ്കിൽ കൂടി അത് കാണുമ്പോഴേ ഒരു ഇഷ്ടം എന്തായാലും വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ പുട്ടിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇപ്പോൾ വീഡിയോ ഒക്കെ ഇടുന്നത് തിരക്ക് കൂടിയതുകൊണ്ട് വളരെ കുറവായിട്ടാണ്. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെയധികം ആവശ്യമാണ്. പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.